ഗുരുവിൻ വംശമിന്നും ഞാനിപ്പോൾ ചൊല്ലിയിടുവാൻ സാരനാകിയ ഭവാൻ തത്വം ജ്ഞാതനല്ലോ. പൂർവം ജനമേ ജനയനവൻ പുത്രൻ വീരനാ പ്രാച്യനും തൽസുതൻ പ്രവീരനം സമസ്യൂവമൻ മകൻ തൽസുതൻ ചാരുമാരൻ തൽസുതനല്ല സുത്യു തൽസുതൻ ബഹുവനൻ തൽസുതൻ സംയാദിയോ തൽസുതനഗമ്യാരി തൽസുതൻ രൗദ്രാശനമവനം കൃതാജിയിൽ നന്ദനമുത്തേയും കാക്ഷേയും രണ്ടാമവൻ തൽസുതൻ പിന്നെ പണ്ടിവേയും നാലാമൻ തൽസുതൻ ഹൃദയവും പിന്നെ ജലേയുവും നന്ദതേയുവും പിന്നെ നന്ദനൻ ധർമ്മയേയും സത്യേയും വ്രതയേയും പത്താമനേയും രൗദ്രാശധൂതരിവ സ്മൂതവൻ രതിഭാരം അപ്രതിവീശ്വരന് പുത്രന്മാർ 3 പേരും അപ്രതിരഥനാകാനും ധ്രുവനും സുമതിയും അപ്രതിരഥെല്ലാം പുത്രവാക്യങ്ങൾ കേട്ടു സന്തോഷിച്ച സുമൃപൻ പുത്രന് ജലാമര നൽകി യൗവനം വാങ്ങി ശക്തിവാധിപതിയാകിയ നൃപാന്തമേ സപ്തദ്വീപുകളെയും പാലിച്ചു വഴി പോലെ കാമഭോഗങ്ങളെല്ലാം ഇച്ഛിച്ചോടും അനുഭവിച്ച് ആമോദത്തോടും ദേവയാനിയോടും ഒരുമിച്ചു സ്വൈര്യമായി വാണു പല മുഖ്യ യജ്ഞങ്ങൾ ചെയ്തു പാലിച്ച ഭക്തിയോടും യജിച്ചു യേശുനേ ഇതമങ്ങോ 1000 വത്സരം കഴിഞ്ഞിട്ടും പ്രതിപാലനു കാമതൃപ്തി വന്നീടായി ചൊല്ലിനാം ദേവയാനി തന്നോടങ്ങൊരു ഒരു ദിനം കല്യാണശീലേ മമ വല്ലവേ കേട്ടാ. അമ്മേ നാരായണ ദേവി നാരായണ മുത്തന്മടി ശ്രീ മുരുകക്ഷേത്ര സന്നിധിയിൽ നടത്തി വരുന്ന ശ്രീമദ് ഭാഗവത ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ തിരു അവതാരം കൊണ്ട് പുണ്യമാകുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ സജ്ജനങ്ങളും കൃത്യം 11 മണിക്ക് മുൻപായി എത്തിച്ചേർന്നുകൊണ്ട് ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണനായ ചിന്താമരാക്ഷനായ ഭഗവാനെ നിവേദ്യ ദ്രവ്യങ്ങളായ പഴവർഗ്ഗങ്ങള് പായസങ്ങള് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നോമ്പുനാട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പം ജിലേബി തുടങ്ങിയിരിക്കുന്ന പല പലഹാരങ്ങളൊക്കെയും ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ഇന്ന് കൊണ്ടുവന്ന് സമർപ്പിക്കപ്പെടണം. അന്നദാനത്തിന് വേണ്ടതായിരിക്കുന്ന ദ്രവ്യങ്ങളൊക്കെയും ഇന്നത്തെ ദിവസം ഭഗവാന്റെ തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കണമെന്ന് അറിയിക്കുകയാണ്. നെൽപ്പറ സമർപ്പണം വരും യജ്ഞശാലയിൽ വന്നിരിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ്. കൃത്യം 11 മണിയോടുകൂടി ഭഗവാന്റെ തിരു അവതാരത്തിന് ശേഷം ഭഗവാന്റെ തിരുമുൻപിലെ തിരുമൂൽ കാഴ്ച സമർപ്പണം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദ്രവ്യങ്ങളെയും ഭഗവാന്റെ തിരുമുൻപിൽ സമർപ്പിക്കുന്ന ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണനായ ഭഗവാന് തൃക്കൈയിൽ വെണ്ണയെ കൊടുക്കുന്ന ഭഗവാന് വെണ്ണയൂട്ടുന്ന ശ്രേഷ്ഠ മുഹൂർത്തവും ആ സമയത്ത് നടക്കും. അങ്ങനെ ഭഗവാന് തൃക്കൈ വെണ്ണ കൊടുക്കുക, ഭഗവാന് തിരുമുമ്പിലുള്ള സമർപ്പണങ്ങള് പഴവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുവന്നു. ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമസ്കന്ധം കാരണതാമധ്യങ്ങൾ നിന്നഴിഞ്ഞിഴിഞ്ഞിട്ടു ആരണാമൃതം പാനം ചെയ്ത് ജലസാക്രസമർത്ഥവീക്ഷണങ്ങളും രക്തകർപ്പണജിത കണ്ണമണ്ഡലങ്ങളെ നിർമ്മല
മകരെ കുഴലകളും ഗന്ധപഥ്യ മൃഗാസ്വാദരൂമോദേ മന്ദിര ബഹുഭാവലക്ഷണങ്ങളും പത്മരാണ്ടങ്ങളകലങ്ങളും ധരിച്ചുകൊണ്ടത്രയും മനോഹരമതരോമാണി മതിദേശവും ചതുരാരണ നിവാസിത പത്മനാഭിയും പീതവസ്ത്രമുടചാടും വേദവസ്ത്രമുടചാടും നൃത്തുടകളും വേദാന്താർത്ഥങ്ങൾ അന്വേഷിച്ചാലെത്തുവാൻ. നമ്മുടെ കയ്യിൽ ഒരു തട്ടം തരും. ആ തട്ടത്തിനുള്ളിൽ പഴങ്ങള്, എല്ലാ തരത്തിലുള്ള പഴങ്ങളും ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഭഗവാൻ ഇവിടെ ആവിർഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു കീർത്തനം, ഭഗവാന്റെ ഒരു കീർത്തനം ഉണ്ടാവും അവതാരമായി എന്നുള്ളത്. ആ സമയത്ത് ആ ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ്. അതിനാണ് തിരുമുൽ കാഴ്ച എന്ന് പറയുക. ഇപ്പൊ നമ്മുടെ ശ്രീകോവിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ശ്രീകോവിലിൽ ഭഗവാൻ വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ അവതാരം നടക്കുമ്പോൾ നമുക്കെല്ലാം ഒന്നും കാണുന്നില്ലോ. ഇവിടെ എടുത്ത് എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കണം. ടെസ്റ്റ് ചെയ്തെടുത്തവർക്ക് അവരുടെ കയ്യിൽ നിർത്താതെ എല്ലാവരും അങ്ങോട്ടേക്ക് വരണം. ഈ മുന്നോട്ട് കയറിയിരുന്ന് പുറകിൽ വരുന്നവർക്ക് ഇരിക്കാൻ പാകത്തിന് മുന്നിലേക്ക് കയറിയിരിക്കും. അതുപോലെ കസേര, അവർക്ക് പ്രായം കൂടി പോയവർ രണ്ടെണ്ണം ഒളിച്ചിരിക്കുക. ഇങ്ങോട്ട് വാങ്ങ അവിടെ വന്നിരുന്നു പറയുമ്പോ കൊണ്ടുവന്ന് അത് കയ്യിൽ പിടിച്ചാൽ മതി. ഈ തിരുമുൽ കാഴ്ച മേടിക്കാൻ നമ്മുടേതല്ലാത്തൊരു സംസ്കാരം എന്താണെന്നറിയോ? ഈ കേക്ക് എന്ന് പറയുന്ന സാധനം അതിന് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ അവർ പറയുന്ന പ്രകാരം ശരീരത്തിനെയാണ് മുറിക്കുക എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അമന്ത്രം, അക്ഷരം നാസ്തി, നാസ്തി മൂലം, അനൌഷധം, അയോഗ്യ പുരുഷോ നാസ്തി എന്നൊക്കെ മന്ത്രമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അക്ഷരങ്ങള് നമ്മൾ നിലത്തൊരു പേപ്പർ കിടന്നത് അത് ചവിട്ടും. അതില് അക്ഷരങ്ങളുള്ള പേപ്പറിൽ ചവിട്ടിയാൽ എന്ത് സംഭവിക്കുക? തൊട്ട് തൊഴും അല്ലേ? നമ്മൾ നമ്മുടെ പേരെഴുതി വെച്ച കേക്കിന് എന്ത് ചെയ്യും? സ്വന്തം കുട്ടിയാ അതിന് മുറിക്കും. കീറി ആണോ? തെറ്റല്ല, പക്ഷെ നമ്മുടെ പേര് എഴുതി ലക്ഷ്യമില്ലാത്തൊരു സംസ്കാരമാണ് ഇതെന്ന് പറയുന്നത്. ഈ ബർത്ത്ഡേക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുക. എന്നിട്ടോ ആവശ്യമില്ല കുറെ കൈകൊട്ടും പാട്ടും ബഹളമൊക്കെ, അതൊക്കെ നല്ലതാണ്, ആഘോഷം ഒക്കെ നല്ലതാണ്. പക്ഷെ വേണ്ടാത്തതായ ചില കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യാം? ആദ്യമേ പറഞ്ഞു തരാം. നമ്മള് രാവിലെ എഴുന്നേക്കണം. നമ്മുടെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ അച്ഛനെയും അമ്മയും പൂജിക്കാൻ പഠിപ്പിക്കണം. രാവിലെ അച്ഛന്റെ അമ്മയും കാൽ തൊട്ട് വന്ദിച്ച് അതിനുശേഷം കുളിച്ചൊരുങ്ങി അങ്ങോട്ട് പോകണം. ക്ഷേത്രത്തിൽ എല്ലാവരും കൂടി ഒരു ദർശനമൊക്കെ നടത്തി ഭഗവാൻ ഒരു പാൽപ്പായസമൊക്കെ നേർന്ന് തിരിച്ചു വന്ന് വീട്ടിൽ വന്നതിന് ശേഷം ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ആ കുട്ടിക്ക് എല്ലാ വിഭവങ്ങളോടും കൂടി, അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഞങ്ങൾക്ക് ഈ കുട്ടിയെ നൽകിയിരിക്കുന്നത് ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർപ്പൂര ആരതിയൊക്കെ ഒഴിയണം. ആ കുട്ടിയെ എങ്ങനെയാണ് ഈശ്വരനെ പൂജിക്കുന്നത് പോലെ പൂജിക്കണം. അതിനുശേഷം ആ കുട്ടിക്ക് അന്നത്തെയും കൊടുക്കണം. മനസ്സിലായോ? ആ അന്നത്തെയും കൊടുത്തതിന് ശേഷം ആ കുട്ടിയുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് 10 ഹേമന്ത വർത്തമാന കാലങ്ങളും ശതമ വസന്തകാലങ്ങളും ശതം ഇന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി, ഇന്ദ്രനും അഗ്നിയും ബൃഹസ്പതിയുടെയും ആയുഷ്കാലത്തോളം ഒക്കെ നീ എന്ത് ചെയ്യണം? ജീവിച്ചു കൊള്ളണം. ശതായുഷ 100 സംവത്സരവും നിനക്ക് ആയുഷ് ഉണ്ടാവട്ടെ എന്ന് ശിരസിൽ കൈവച്ചുകൊണ്ട്, നമുക്കറിയാവുന്ന മലയാളത്തിലോ തമിഴിലോ പറഞ്ഞാലും മതി, ഇന്ന് നീ കൈവച്ചെന്ന് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ചാലും മതി. ഈ സങ്കല്പത്തോട് കൂടിയിട്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരമൊക്കെ പിന്നെയും വളരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ശോഷിച്ച് എവിടുന്നെങ്കിലും കിട്ടുന്നൊക്കെ ആയിട്ട് നമ്മളങ്ങ് പോകും. നമുക്കൊന്നും ഇല്ല, അതാണ് നമ്മുടെ വിചാരം. അങ്ങനെയല്ല, നമുക്കെല്ലാം ഉണ്ട്, പക്ഷെ നമുക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഇന്നത്തെ ദിവസം ഭഗവാന്റെ തിരുനാളാണ്. ആ ഭഗവാന് കൊടുക്കാനുള്ള ദ്രവ്യങ്ങൾ എല്ലാവരും മേടിച്ച് കയ്യിൽ വെച്ചോ. മേടിച്ച് കയ്യിൽ വെച്ചോളണം. ഇനി ഭഗവാൻ അവതാരം എടുക്കുന്നതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ആ കാരണങ്ങളൊന്ന് പറഞ്ഞ് ഭഗവാന്റെ അവതാര കഥയിലേക്ക് കടക്കുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഭഗവാന്റെ തിരു അവതാരം ഇവിടെ ഉണ്ടാവും. ആ സമയത്ത് എല്ലാവരും ഇവിടെ പുറത്തൊക്കെ അവിടെ തങ്കച്ച എന്താ തങ്കച്ച അവിടെ
അതെങ്ങനെയാ മുറ്റത്ത് മറ്റേ സാധാരണ പഴഞ്ചൊല്ലി പറയാറുണ്ട്, വീട്ടിലെ മുത്തപ്പന് അടുപ്പിലും ആവാം. ഇതാണ് അവസ്ഥ. അവിടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ അവിടെയുള്ള കുട്ടികളെയും മറ്റുള്ള ആളുകളെയും അച്ചടക്കത്തോടുകൂടി, ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിന് അച്ചടക്കം എന്ന് പറയുന്ന തീരെയില്ല എന്നാ പറയുന്നത്. മോഹത്തെ ജീവൻ മുക്തി എന്ന് പറയാം, സത്സംഗത്തെ നിസ്സംഗത്വം. സത്സംഗത്തിലൂടെ നല്ല കാര്യങ്ങളെ സംസാരിക്കുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും നിസ്സംഗത്വം ഉണ്ടാവും. നിസ്സംഗത്വം എന്ന് വെച്ചാൽ പാവമായിട്ട് നിസ്സംഗത്വം ഉണ്ടാവും. നിസ്സംഗത്തെ നിർമോഹത്വം, ഒന്നും മോഹിക്കില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. നിർമോഹം എന്ന് പറയുന്നതാണ് എന്താ, ഒന്നും വേണ്ട എന്നുള്ള ആ അവസ്ഥയാണ് എന്തെന്ന് പറയാ, ജീവൻ മുക്തി എന്ന് പറയാം. അപ്പൊ ആ സത്സംഗങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി ഇരിക്കണം. അങ്ങനെ ഇരുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ തിരു അവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവ് ദേവകിയിൽ നിന്നും ജന്മം കൊള്ളുകയാണ്. അഷ്ടമിയും രോഹിണിയും ഒരുമിച്ച് ചേരുന്ന ശുഭമായ മുഹൂർത്തത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ചെച്ചിയൊച്ചിനുമുടക്കങ്ങളും മഴക്കാറും വച്ചതിന് പെരുവം വച്ചതോടൊപ്പം ഒറ്റവരായ ഭക്തരോട് ഭന്മാർ വച്ചതേ ഭാരതവന്റെ സുഖന്മാരായ ദർശനത്തിങ്കരമാവൻ നിശേഷനാശാന്തരശാന്തരപ്പച്ചടവേ അഖിലോകേശ്വരാം ഭഗവാൻ പുത്രന്മാരും നിശേഷാന്തരശാന്തരപ്പച്ചടവേ അഖിലോകേശ്വരം ഭഗവാൻ കച്ചമാകുരേ സമാധാന നമ്മുടെ കയ്യിലിരിക്കുന്ന ആ നിവേദ്യം തിരുമൂൽക്കാഴ്ച സമർപ്പണമാണ്. എല്ലാവരും പേരുന്നാൾ എഴുതിയ നല്ല തുറന്ന് മുമ്പിൽ ഭഗവാന്റെ മുമ്പിൽ ലൈനായിട്ട് ഇങ്ങോട്ട് അവതാര
പറയിട്ട് കൊടുക്കണം. ഒരു 2 കാര്യം പറയുകയാണ്. അതിനുശേഷം നമ്മളിവിടെ പുണ്യവോട്ടിലേക്ക് കടക്കും. ആ ബോക്സ് അങ്ങോട്ട് തിരിച്ചു വെച്ച് ഇത് ആരും ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്നു. എങ്ങോട്ട് തിരിച്ചു? അങ്ങോട്ട് തിരിച്ചു വെക്കാനല്ല, അങ്ങോട്ട് തിരിച്ചു വെക്കാൻ പറ്റുമല്ലോ. അങ്ങനെ തിരിച്ചു നിലവിളക്ക് കൊണ്ടുവന്ന് കുട്ടികളെ കൊണ്ടുവന്ന് അങ്ങോട്ട് മാറി അപ്പുറം ഇപ്പൊ കൊണ്ടുവന്ന വിളക്കൊക്കെ ഇവിടെ തന്നെ വെച്ചോളുക. ബാക്കിയൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. അതുപോലെ ഞാനൊരു 2 പേരെ ഇങ്ങോട്ട് മാറിയിരുന്നു, കുറച്ച് മാറി. ഇപ്പൊ എല്ലാവരും എഴുന്നേറ്റുള്ളൂ. ആ കസേരയൊക്കെ അവരവരുടെ കസേര ആ വശങ്ങളിലേക്കൊന്ന് മാറ്റിക്കേ. കമ്മിറ്റിക്കാരും എല്ലാവരും ചേർന്നിട്ട് ഈ കുട്ടികളെ ഇരുത്താൻ നോക്കി, ലൈനായിട്ട് ഇരുത്തണം. ബെന്നിച്ചേട്ടൻ ഒന്ന് ചെന്ന് അവരൊന്ന് ഇരുത്തി.
ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. നാരായണായ വാസുദേവായ. വാസുദേവായ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. നാരായണായ വാസുദേവായ. വാസുദേവായ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നല്ല ഒരലിട്ടു, നല്ല ഒരലിട്ടു. ബാക്കി സാധനങ്ങൾ ഇവിടെ ആക്കി വെച്ച് ഇതെല്ലാം അങ്ങോട്ട് വെച്ച് പലഹാരങ്ങൾ ഒഴിച്ച് വെച്ച് ഓരോന്നെടുത്ത് കൊടുക്കണേ. ആ വെണ്ണ കൊടുക്കും ഒരാളുടെ കയ്യിൽ. അത് കൊടുത്ത് ഇല കൊടുത്ത് പൊക്കോളൂ. എല്ലാം ഓരോരുത്തർക്ക് ഇട്ടിട്ട് പൊക്കോ. കിട്ടുന്നത് അങ്ങനെ തന്നെ ആരും കഴിച്ചേക്കരുത്. ഈ കഴിക്കുന്നതിന് മുമ്പ് ഒരു മന്ത്രമുണ്ട്, നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതാ. അത് കൃഷ്ണന്മാരൊക്കെ വരണേ ഉള്ളൂ. വെണ്ണ കിട്ടിയാൽ വെണ്ണ കൊണ്ടുപോയി എല്ലാ ഇലയിലും വെച്ചോളൂ. ഇവിടെ വെണ്ണ കുറച്ച് കൊടുക്കുക. എല്ലാ സാധനങ്ങളും എടുത്ത് കൊടുത്തേ. ഓരോന്നെടുത്ത് കൊടുത്തേ. കറിയൊക്കെ എടുത്ത് കൊടുത്തേ. കറിയും പപ്പടവും. ചോറെടുത്ത് കൊടുക്കുക. അവിടെ കൂടാതെ ചോറ് കൊടുത്തവിടെ അവിടെ ശ്രദ്ധിക്കുക. എല്ലാവരും കൈകൾ തൊഴുത്ത് പിടിച്ചേ. കൈകൾ തൊഴുത്ത് പിടിക്കുക. നമ്മുടെയൊക്കെ വീടുകളിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കാറ് പോലും ഇല്ലാത്ത ആളുകളാണ് അല്ലേ? ഒരു നേരത്തെ അന്നം കിട്ടുമ്പോൾ ആ അന്നം അത് ഈശ്വരനാണ് നമുക്ക് നൽകുന്നത്. അത് ഈശ്വരൻ തന്നെയാണ്. ഇത് ഈശ്വരനിൽ നിന്നുണ്ടായത് ഈശ്വരനിൽ തന്നെ ലയിക്കുന്നതുമാണ്. അപ്പൊ അങ്ങനെയുള്ള പവിത്രമായ ആ ഭക്ഷണം നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതിരിക്കുമ്പോഴാണ് അതിന്റെ വിഷമത്തെ നമുക്ക് മനസ്സിലാവുക. നമുക്കെല്ലാം നൽകുന്നുണ്ടാവാം, പക്ഷേ ഭക്ഷണം കിട്ടാത്ത ഒരു നേരം അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് പെട്ടുപോയാലാ അതിന് വിഷമം മനസ്സിലാവുക. അതുകൊണ്ട് കൈകൾ തൊഴുതു പിടിച്ച് കണ്ണുകളൊക്കെ അടച്ച് എല്ലാവരും ഒരു മന്ത്രം ചൊല്ലിത്തരും. ആ മന്ത്രം ചൊല്ലി വേണം ഭക്ഷണം കഴിക്കാൻ. ഭഗവാനെ, അവിടുന്ന് ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തെ നൽകിയതിന് നന്ദി പറഞ്ഞു. ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവദേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാം ഓം
സഹനാവവധു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാ വധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി എല്ലാവരും ഇവിടുന്നൊരു കീർത്തനം കേൾക്കും. ആ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് കഴിക്കുകയും അമ്മമാരുണ്ടെങ്കിൽ വാരി കൊടുക്കുകയൊക്കെ ചെയ്യാം.
അമ്മയോട് പറഞ്ഞിട്ട് അവര് ആ നിരയായിട്ട് നിൽക്കുക.
ജ്യോതി പ്രതിഷ്ഠായ ദീപജ്യോതി നമോസ്തുതേ ശിവം ഭവതു കല്യാണം ആരോഗ്യം സുഖസമ്പദാ ദോഷബുദ്ധി വിനാശായ ദീപജ്യോതി നമോസ്തുതേ ഓം ക്ലീം കൃഷ്ണായ നമഃ ഓം അച്യുതായ നമഃ ഓം സർവേശ്വരായ നമഃ ഓം നിർമ്മലായ നമഃ ഓം ശാന്തിമതായ നമഃ ഓം നീലോത്പലായ നമഃ ഓം ഋഷീകേശായ നമഃ ഓം ഗോവിന്ദായ നമഃ ഓം പങ്കജലോചനായ നമഃ എല്ലാം ശരിയായോ? ആ, ഇനി ദൈവത്തെ ഓർത്ത് ആ വെറ്റിലെ അടങ്ങിയും ദക്ഷിണയും കൂടെ എടുത്ത് കയ്യിൽ തൊഴുത് പിടിച്ച് കയ്യിൽ തൊഴുത് പിടിക്കുക. തൊഴുത് പിടിക്കുക. ലക്ഷ്മി, അഞ്ജലി, അമ്മണി, ആ തൊഴുത് പിടിക്കുക. കൈ കൂപ്പി തൊഴുത് പിടിക്കണം. തൊഴുത് പിടിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാവോ? എങ്ങനെയാ? നീ കൈ രണ്ടും കണ്ടോ? ഇങ്ങനെ കൂട്ടിയിട്ട് താമരമൊട്ട് പോലെ കൂട്ടി പിടിക്കണം. ഇങ്ങനെ എന്നിട്ട് നേരെ ഇവിടെ ആയിട്ടൊരു ഫലമുണ്ട്, അതിന് ഹൃദയകമലം എന്ന് പറയും. അവിടെയാ ജീവൻ ഇരിക്കുന്നെന്നാ പറയാ. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യണം? താമരമൊട്ട് പോലെ കൂപ്പി പിടിക്കണം. അങ്ങനെ പിടിക്കുക. എന്നിട്ട് കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് നിവർന്നിരുന്നേ. കണ്ണുകൾ അടച്ച് നിവർന്നിരിക്കുക. ബാക്കിയൊക്കെ അവർ ചെയ്തോളൂ. ആരും ഇനി സഹായിക്കാൻ പോകണ്ട, ആരും പോകണ്ട. ചൊല്ലിത്തരുന്ന മന്ത്രം ചൊല്ലണം. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം ആസ്മ. എല്ലാ ഗുരുക്കന്മാരെയും മനസ്സ് വിചാരിച്ച്, അധ്യാപകരൊക്കെ മനസ്സ് വിചാരിച്ച്, അമ്മയും അച്ഛനെയൊക്കെ വിചാരിച്ച് ഈ ചെയ്യുന്ന കർമ്മത്തിലേക്ക് ഈശ്വരന്റെ അനുഗ്രഹം ഗുരുവായി കൊണ്ടുവന്ന് അരുളണമേ എന്ന് പ്രാർത്ഥിച്ച് വിളക്കിന് ചുവട്ടിലേക്ക് വയ്ക്കുക. വിളക്കിന് ചുവട്ടിലേക്ക്, അവരവരുടെ വിളക്കിന് ചുവട്ടിലേക്ക് വയ്ക്കുക. എഴുന്നേറ്റ് പോയിക്കുന്നേ. ആ, തൊഴുത് പിടിച്ച് ഓം ഗണപതയേ നമഃ. ഓം വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർമുക്തം കുരമേ ദേവ സർവകാര്യേഷു സർവദാ. പുഷ്പമെടുത്ത് തൊഴുത് പിടിക്കുക. വീണ്ടും തൊഴുത് കുറച്ച് പുഷ്പം എടുക്കാറുള്ളൂ. ഒരു 2-3 എണ്ണം മാത്രം എടുക്കുക. എന്നിട്ട് തൊഴുത് പിടിക്കുക. ഓം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധി
സന്നിധിം കുരും. ഇനി ആ വിളക്കിന് ചുവട്ടിലേക്ക് ആ വെള്ളത്തിലേക്ക്, ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ആ പുഷ്പങ്ങൾ ഇടുക. 7 നദീമാതാക്കളെയും ഞാനിതാ ജലത്തിലേക്ക് ആവാഹിച്ചിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കുറച്ച് പുഷ്പം കൂടി എടുത്ത് തൊഴുതു പിടിക്കാം. കണ്ണുകളൊക്കെ അടച്ച് ഓം ക്ലീം കൃഷ്ണായ നമഃ, ക്ലീം കൃഷ്ണായ നമഃ. വീണ്ടും ആ ഗ്ലാസ്സിലെ ജലത്തിലേക്ക് തന്നെ ആ പുഷ്പം ഇടുക. ഭഗവാന്റെ സാന്നിധ്യവും ജലത്തിലേക്ക്, വെള്ളത്തിലേക്ക് ഇടുക. ഇനി ആ ജലം എടുത്ത് ആ വിളക്കിന് ചുവട്ടിലും സ്വന്തം ശരീരത്തിലും ഒന്ന് തളിക്കുക. അടുത്ത് 3 പ്രാവശ്യം വിളക്കിനെ ഒഴിയണം. 3 പ്രാവശ്യം വിളക്കിനെ ഒഴിയണം. ധൂപം കൽപ്പയാമി, ധൂപം കൽപ്പയാമി, ധൂപം കൽപ്പയാമി. ഇനി വീണ്ടും അപ്പുറത്തിരിക്കുന്ന വിളക്കെടുത്തിട്ട് അതെടുത്ത് 3 പ്രാവശ്യം ഒഴിയുക. വിളക്ക് ദീപം എടുത്ത് 3 അഗ്നിയാത്മന ദീപം കൽപ്പയാമി. വിളക്കെടുത്ത് 3 പ്രാവശ്യം ഒഴിയുക. അഗ്നിയാത്മന ദീപം കൽപ്പയാമി. അതിനുശേഷം ആ വിളക്ക് അവിടെ വെക്കുക. ഇനി കുറച്ച് പുഷ്പം എടുത്ത് തൊഴുതു പിടിച്ച്, കുറച്ചധികം പുഷ്പം എടുത്ത് തൊഴുതു പിടിച്ചോളൂ. അതിൽ കുറച്ച് ജലവും കുറച്ച് ചന്ദനവും മുക്കിയെടുത്ത് വയ്ക്കുക. എന്നിട്ട് കൈകൾ തൊഴുത് നട്ടല് നിവർത്തി, എല്ലാവരും ഒന്നിരുന്നേ, കൈകള് തൊഴുത് നട്ടല് നിവർത്തി നമ്മൾ ഭഗവാനെ ഈ വിളക്കിന്റെ നാളത്തിലേക്ക് ആവാഹിക്കാൻ പോവുകയാണ്. കണ്ണുകളൊക്കെ അടച്ച് നിവർന്നിരുന്നേ, കണ്ണുകൾ അടച്ച് നിവർന്നിരിക്കുക. ലൈറ്റുകളെല്ലാം ഒന്ന് കെടുത്തിക്കുക ചേട്ടാ, ലൈറ്റ് എല്ലാം കെടുത്തിക്കൂ. പാറപ്പുറത്തിരിക്കരുത്, പാമ്പ് കടിയേറ്റാൽ എന്നോടൊന്നും പറയരുത്. നിശബ്ദം. അവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാള് മാത്രം ഇതിന്റെ അകത്ത് കയറി ഒന്ന് നിന്ന്, ആർക്കെങ്കിലും എണ്ണ വേണമെങ്കിൽ ഒരു കുപ്പിയായിട്ട് എണ്ണ മാത്രം. മോനെ അവിടെ അവിടെ കൊണ്ടുവരും ഒരാള്, വിനിച്ചേട്ടൻ. എന്നിട്ട് ഇനി പറയുന്ന കാര്യം മനസ്സിലേക്ക് എല്ലാവരും കൊണ്ട് കണ്ണുകൾ അടച്ച് പിടിക്കുക. കണ്ണുകൾ എല്ലാവരും അടയ്ക്കാം. മോനെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഇത് അവിടെ ഇരിക്കുന്നത് എന്റെ പേരെന്താ? മോന്റെ പേരെന്താ? എന്നെ നോക്കിയിരിക്കുന്നു. കറുപ്പനാണെങ്കിൽ വെളുപ്പനാണെങ്കിൽ നേരെ ഇരുന്ന് കണ്ണുകൾ അടച്ച് കൈ തൊഴുത് പിടിച്ച്, പുഷ്പം എടുത്ത് കൈ പിടിച്ചിട്ട്, പൂവെടുത്ത് കൈ പിടി. അതൊന്നും കേൾക്കില്ല, ഞാൻ പറയുന്ന മാത്രം കേട്ടാൽ മതി. നിങ്ങൾ ഒരാൾ മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ എന്ന് വിചാരിക്കുക. ആ വിചാരിച്ചോണ്ടേ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. എങ്ങനെയാണ് ഭഗവാനെ നമ്മൾ വിളിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഭഗവാന്റെ രൂപത്തിനെ, ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവാൻ ഒരു ഗോവിന്റെ പുറത്ത് പശുവിന്റെ ചാരി നിന്നുകൊണ്ട് പുല്ലാങ്കുഴൽ വിളിക്കുന്ന രൂപത്തോടു കൂടിയ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമ്മൾ എല്ലാവരും മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. ആ ഭഗവാൻ നല്ല മയിൽപ്പീലി ചൂടിക്കൊണ്ട് നിറപുഞ്ചിരിയോട് കൂടി പുല്ലാങ്കുഴലിനെ ചുണ്ടോട് ചേർത്ത് വെച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഭഗവാന്റെ രൂപത്തെ നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. ആ ഭഗവാന്റെ തിരുരൂപം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞ നീല കളറോട് കൂടിയ ചിന്താമരാക്ഷൻ, നല്ല പട്ട് ചേല ചുറ്റിയിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ, നല്ല മാലയെ ധരിച്ചിരിക്കുന്ന, നല്ല തുളസി മാലയെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ, അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. ഏകാഗ്രമായിക്കൊണ്ട് ആ ഭഗവാനെ, വിദ്യാരാജഗോപാലനായി പൂജിക്കപ്പെടുന്ന ഭഗവാനെ, അല്ലയോ ശ്രീകൃഷ്ണ പരമാത്മാവേ, അവിടുന്ന് എൻ്റെ ഹൃദയകമലത്തിലിരിക്കുന്ന പുഷ്പത്തിലേക്ക് വന്നണഞ്ഞ് അവിടുന്ന് ഞാൻ ഈ കൊളുത്തിയിരിക്കുന്ന ദീപനാളത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടാലും, ഞാൻ നൽകുന്ന പഞ്ചവിധത്തിലിരിക്കുന്ന ഉപചാരങ്ങളെ സ്വീകരിച്ച് എനിക്ക് വിദ്യയാകുന്ന അമൃതത്തെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ഞാനിതാ അവിടുത്തെ ഈ ദീപത്തിലേക്ക് ആവാഹിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പുഷ്പം വിളക്കിന് ചുവട്ടിലേക്ക് അർപ്പിക്കുക.
ഭഗവാൻ ആ വിളക്കിലേക്ക് വന്നു. ഭഗവാന്റെ ആ തിരുകാൽക്കലേക്ക് ഭഗവാന്റെ കാലുകൾ കഴുകിക്കുന്നു എന്ന സങ്കല്പത്തില് 3 പ്രാവശ്യം ജലം ഒന്ന് തളിച്ചു കൊടുക്കുക. പാദപൂജ ചെയ്ത് ഭഗവാനെ പാദപൂജ ചെയ്ത് ആ ഭഗവാന്റെ തിരുനെറ്റിയിൽ വിളക്കിന്റെ നെറ്റി ഭാഗം, അതായത് കൂർമനയുടെ തൊട്ട് താഴത്തായിട്ട് ഒരു തുളസി ഇല നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടാവും. ആ തുളസി ഇല അല്പം ചന്ദനവും തൊട്ട് ആ ഭഗവാന്റെ തിരുനെറ്റിയിൽ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ വിളക്കിന് മുകളിലായിട്ടും തൊട്ട് വയ്ക്കുക. വിളക്കിന് മുകളിലായിട്ട് ചന്ദനത്തിൽ തൊട്ട് ഒരു തുളസി ഇല വയ്ക്കുക. അങ്ങനെയല്ല, നെറ്റിയിൽ ഇങ്ങനെ തൊടുക. അത് ഉച്ചിയിലല്ലേ വെച്ചേക്കുന്നേ, നെറ്റ് അവിടെ തന്നെ. അതിന്റെ തൊട്ട് അതിന് തൊട്ട് താഴെ തൊട്ട് വയ്ക്കുക. അത് തന്നെ. മതി മതി, തൊട്ട് വയ്ക്കുക. ഇപ്പൊ ഭഗവാൻ, നമ്മൾ വിളിച്ചു വരുത്തിയ ഭഗവാൻ ചന്ദനക്കുറിയൊക്കെ അണിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ആ ഭഗവാന്റെ തിരുമുൻപിലേക്ക് ഭഗവാനുള്ള അർച്ചനയായിക്കൊണ്ട് 3 പ്രാവശ്യം ജലം തളിച്ചു കൊടുക്കുക. 3 പ്രാവശ്യം ജലം കൽപ്പയാമി, ജലം കൽപ്പയാമി. ജലമാകുന്ന പഞ്ചഭൂതങ്ങളിൽ ഒന്നിലെ സമർപ്പിക്കുന്നു. പിന്നെ പൃഥ്യാത്മന ഗന്ധം കൽപ്പയാമി, ഭൂമിയെ സങ്കല്പിച്ചുകൊണ്ട് ഞാനിതാ ചന്ദനത്തെ സമർപ്പിക്കുന്നു. 3 പ്രാവശ്യം ചന്ദനം തളിച്ചു കൊടുക്കണം. 3 പ്രാവശ്യം ചന്ദനം. പൃഥ്യാത്മന ഗന്ധം സമർപ്പയാമി. പിന്നെ പുഷ്പങ്ങൾ, ആകാശാത്മന ആകാശത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാനിതാ പുഷ്പങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുഷ്പങ്ങളെയും വീണ്ടും ആ സാമ്പ്രാണത്തിരി പത്തിക്കുച്ചിയെടുത്ത് അത് 3 പ്രാവശ്യം ഭഗവാനെന്ന് ഒഴിയണം. ദീപത്തിനെ ഒഴിയുക 3 പ്രാവശ്യം. ധൂപം കൽപ്പയാമി, വായാത്മന ധൂപം കൽപ്പയാമി. 3 പ്രാവശ്യം ഒഴിയുക. 3 പ്രാവശ്യം ആ വിളക്കെടുത്ത് ഒഴിയുക. 3 പ്രാവശ്യം ചെറിയ വിളക്കെടുത്ത് ഒഴിയുക. 3 പ്രാവശ്യം. അഗ്നിയാത്മന ദീപം കൽപ്പയാമി. ഇനി എല്ലാവരും ഇവിടെ ചൊല്ലിത്തരുന്ന മന്ത്രം ഏറ്റു ചൊല്ലിക്കൊണ്ട് ഓരോ പുഷ്പങ്ങളായി വിളക്കിന് ചുവട്ടിലേക്ക് അർച്ചിക്കണം. നമ്മുടെ മനസ്സിൽ നിന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് വിദ്ധി ഏകണേ എന്ന് തന്നെയാണ്. ഇവിടെ ചൊല്ലിത്തരുന്ന മന്ത്രം ഉറക്കെ ജപിക്കണം. ഓം ക്ലീം കൃഷ്ണായ നമഃ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവജ്ഞത്വം പ്രസീദ മേ, സർവജ്ഞത്വം പ്രസീദ മേ. രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയശ്ച മേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവജ്ഞത്വം പ്രസീദ മേ. രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയശ്ച മേ.